സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഐ ആം നോട്ട്. ലോകത്തെ മേൽകീഴ് മറിക്കാൻ പോകുന്ന പവറാണ് ഗോസ്പൽ. ഇറ്റ് ഈസ് എ പവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. പവർ. സന്തോഷമാണോ? നല്ല സന്തോഷമായിട്ടിരിക്കണം. ഒക്ടോബർ മാസം എന്ത് മാസമാ? നവംബറിന് മുമ്പുള്ള മാസമാണ് ഒക്ടോബർ ആണോ? കൊന്തമാസം. കൊന്തമാസം എന്ത് മാസം? മൊന്തമാസം അല്ല, കൊന്തമാസം. ഓക്കെ, ജപമാല മാസം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യവും പ്രാർത്ഥനയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കണം. സന്തോഷമായിരിക്കുമ്പോൾ പഠിക്കാൻ കൊള്ളാവുന്ന ഒരു അധ്യായമാണ് റോമാലേഖനം 5-ാം അധ്യായം. പെട്ടെന്നെടുത്തോ. റോമർ അധ്യായം 5, 4 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കണ്ടു. 5-ാം അധ്യായം മുതൽ നീതീകരണത്തിൻ്റെ ഫലങ്ങൾ, അതാണ് ഇനി 5-ാമത്തെ അധ്യായം മുതൽ ചർച്ച ചെയ്യുന്നത്. 5-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ ഓർത്തോണം. 5, 6, 7, 8 എന്താണ് വിഷയം? നീതീകരണത്തിൻ്റെ ഫലങ്ങൾ, നീതിമൽക്കരണത്തിൻ്റെ ഫലങ്ങൾ, ജസ്റ്റിഫിക്കേഷൻ്റെ ഇഫക്റ്റുകൾ, ഇഫക്ട്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെ എന്താണ് വിഷയം? അപ്പോൾ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. ഇനി അതിൻ്റെ ഫലങ്ങളാണ് കാണാൻ പോകുന്നത്. വായിക്കാം. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കുന്നു. അപ്പം നീതീകരണത്തെ 1, 2, 3, 4, 5 എഴുതിക്കോണം. നീതിമൽക്കരണത്തിൻ്റെ ഫലങ്ങൾ. 1-ാമത്തെ ഫലമാണ് ദൈവവുമായി സമാധാനം. ദൈവവുമായി സമാധാനം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. അപ്പോൾ ദൈവവുമായിട്ട് സമാധാനത്തിലാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്ത് കഴിഞ്ഞ ഉടനെ അവരെന്ത് ചെയ്തു? ഉടനെ ഒരു കാറ് വിളിച്ച് പോയി കുമ്പസാരിച്ചു. ആണോ? ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്ത ഉടനെ നേരെ ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചു. ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ച് എങ്ങോട്ട് പോയി? ഒരു മരത്തിൻ്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നു. അപ്പൊ പാപത്തിൻ്റെ ആദ്യത്തെ ഫലമാണ് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് സ്തോത്രഗീതം പാപിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പാപി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു പാപം ചെയ്തു പോകാനെന്നല്ല. പാപി എന്ന് പറഞ്ഞാൽ പാപത്തെ സ്നേഹിക്കുന്നവൻ, പാപത്തെ ഇഷ്ടപ്പെടുന്നവൻ, പാപത്തിൽ കഴിയുന്നവൻ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്തവൻ, അവൻ്റെ പേരാണ് പാപി. വിശുദ്ധ ബർണദീത്തായോട് ഈശോ പറഞ്ഞു, ആരാണ് പാപി? ആരാണ് പാപി? പാപം ചെയ്യുന്നവനല്ല, പാപത്തെ സ്നേഹിക്കുന്നവനാണ് പാപി. ആരാണ് പാപി? പാപം ചെയ്യുന്ന, പാപത്തെ സ്നേഹിക്കുന്നവൻ. അതായത് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമില്ല, പാപം ചെയ്താൽ വിഷമമില്ല, പാപത്തിൽ വീണു പോകരുതെന്ന് ആഗ്രഹമില്ല, പാപത്തെക്കുറിച്ച് യാതൊരു അനുതാപവും ഇല്ല. അങ്ങനെയുള്ളവന് സ്തുതിക്കാൻ പറ്റില്ല, ആരാധിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല, കുർബാന അനുഭവം ആവില്ല. പിടികിട്ടുന്ന സ്തോത്രഗീതം പാപിക്ക്. അപ്പോൾ പാപത്തിൻ്റെ ഫലമായി നമുക്ക് ദൈവത്തിൽ നിന്നുണ്ടായ അകൽച്ച, ദൈവത്തിൽ നിന്ന് അകൽച്ച, ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. ദൈവത്തെ അടുക്കാൻ പറ്റില്ല, ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. അപ്പം എന്തു ചെയ്യും? അപ്പോൾ കർത്താവ് ഈശോ മിശിഹാ വന്ന് കുരിശിൽ മരിച്ച് അവിടുത്തെ രക്തത്താൽ നമ്മളെ നീതീകരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവവുമായി സമാധാനം, ദൈവവുമായി സമാധാനം. ഇനി നമുക്ക് ദൈവത്തിനടുത്ത് പോവാം. ഇനി നമുക്ക് ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കാം. ഇനി നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇനി നമുക്ക് ദൈവം അന്യനോ പരദേശിയോ അല്ല. ഇനി ദൈവം നമുക്ക് ദൂരെ നിൽക്കുന്ന ഒരാളല്ല, നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരാളല്ല. ദൈവം നമുക്ക് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പം നീതീകരണത്തിൻ്റെ 1-ാമത്തെ ഫലം പറയൂ. സമാധാനം. ആരുമായി? ദൈവവുമായി സമാധാനം. അടുത്ത വാക്യം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് നിർത്തൂ. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപ, ഏത് കൃപ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവകാശം. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവകാശം.
നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കി, എല്ലാവരും എന്നെ നോക്കി. അതായത് നമ്മുടെ ധൈര്യം എന്താ? നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. നമുക്ക് വേറെ ഒന്നുമില്ലെന്ന് നിങ്ങൾ കൂട്ടിക്കോണം. നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മുടെ ആകെയുള്ള ധൈര്യം എന്താ? ദൈവം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, ദൈവം നമ്മുടെ കൂടുണ്ട്, ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനൊരു പാട്ടുണ്ട്, കർത്താവൻ സന്തോഷം അവനൻ ബലം. കർത്താവൻ സന്തോഷം അവനൻ ബലം. വേറൊന്നുമില്ല. നിങ്ങൾക്കുണ്ടായിരിക്കും, നമ്മക്കില്ലേ? വേറൊന്നുമില്ല, വേറൊന്നിനും അല്ലേ? 60 വയസ്സായില്ലേ ചേട്ടന്? ഉണ്ട്. ഈ കാലത്തിനിടയിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം മാത്രമേ ഉള്ളൂ. ശരിയല്ലേ പറയണേ? ദൈവം, അതായത് വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സമയം വരും ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരു സമയം. ഈശോ പറഞ്ഞൊരു വാചകമുണ്ട്, കുരിശിൻ്റെ വഴി എന്നും ചൊല്ലുന്നത്, ആർക്കും വില ചെയ്യാൻ ആവാത്ത രാത്രികാലം അടുത്തു വരും. ആർക്കും വേല ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നോബഡി ക്യാൻ ഹെൽപ്പ്. ആർക്കും സഹായിക്കാൻ പറ്റാത്ത രാത്രികാലം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടത്. ആർക്കും സഹായിക്കാൻ പറ്റില്ല. ലെഫ്റ്റ് അലോൺ, ലെഫ്റ്റ് ടു വൺ സെൽഫ്, കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ആൻഡ് അബാൻഡൻഡ് ബൈ ഓൾ പീപ്പിൾ ഇൻ ദ വേൾഡ്. ആർക്കും സഹായിക്കാൻ പറ്റില്ല. അപ്പന്, അമ്മയ്ക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, ആർക്കും സഹായിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യുമെന്ന് പറ. അപ്പൊ ധ്യാന കേന്ദ്രത്തിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. അന്നേരം വേറെ എവിടെയെങ്കിലും ഒന്നും പറ്റില്ല. നമ്മൾ തന്നെ ഉള്ളൂ. ആ സമയത്ത് വാതിലടച്ചാലും ജയിലിലടച്ച് പൂട്ടിയിട്ടാലും വലിയ ഇരുമ്പ് വാതിലിട്ട് വലിയ ആമത്താഴിട്ട് പൂട്ടിയാലും അതെല്ലാം തുറന്ന് വരാൻ പറ്റുന്ന ഒരാൾ ഉണ്ടായേ പറ്റൂ. എൻ്റെ ദൈവമേ, വേറെ ഒന്നും പറ്റില്ല എൻ്റെ ചേട്ടാ. ഏത് വാതിലടച്ചിട്ടാലും അടച്ചിട്ട വാതിലിലൂടെയും കയറി വരുന്ന ഒരാൾ. അതായത് പത്രോസിലേക്ക് ആ ജയിലിൽ കിടക്കായിരുന്നു. അപ്പസ്തോലപ്രവർത്തനം 12 കേട്ടാൽ മതി. ചുമ്മാ ഇരുന്ന് കഥ കേൾക്കാൻ നല്ല രസമാണ്. വെറുതെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് ഉറങ്ങുകയും ചെയ്യാം. പത്രോസ് ജയിലിൽ കിടക്കായിരുന്നു. അപ്പോൾ ഇവിടെ 2 കാവൽക്കാർ, ഇവിടെ 2 കാവൽക്കാർ. ഇനി റോമൻ ജയിലെന്ന് പറഞ്ഞുണ്ടല്ലോ, ലോകത്തൊരുത്തനും പൊളിക്കാൻ പറ്റാത്ത ജയിലിൻ്റെ പേരാണ് റോമൻ ജയിൽ. ഒരുത്തനും പൊളിക്കാൻ പറ്റില്ല. അത് ഭൂമിക്ക് അടിയിലോട്ട് തന്നെ ഒരു 5-6 നിലയ്ക്കുള്ള കല്ലെടുക്കിയിട്ടാണ് ഇത് കെട്ടിയേക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ആ ജയിലിൽ 2 ചങ്ങലകളാൽ ബന്ധിതനായി എന്നാ ബൈബിൾ പറയുന്നത്. 2 ചങ്ങലകളാൽ ബന്ധിതനായി. 2 ചങ്ങല, ഒരു ചങ്ങല ഇട്ടാൽ ഇവനെങ്ങാണ് ഇറങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് 2 ചങ്ങല ഇട്ടേക്കാണ്. 2 ചങ്ങലകളാൽ ബന്ധിതനായി. അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് കർത്താവുണ്ട് ഇവിടെ. അത് എനിക്ക് ചാടാനും തുള്ളാനും ഒക്കെ തോന്നുകയാണ്. നിങ്ങൾ എന്നെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തിക്കണം കേട്ടോ. അതായത് എൻ്റെ അകത്തിങ്ങനെ ഒരു സാധനം വരിക. കേട്ടോണേ, 2 ചങ്ങലകളാൽ ബന്ധിതനായി പത്രോസ് ജയിലിൽ. ഇപ്പം നാളെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണ്. അപ്പം ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞു. ഇനി നാളെ ഈ പത്രോസിനെ കൊല്ലാൻ പോവാ. ആരെന്നറിയാം? അങ്ങേരുടെ പേര് ഹെറോദ് അഗ്രിപ്പ രാജാവ്. അങ്ങേരാണ് യാക്കോബിനെ കൊന്നത്. അപ്പൊ പത്രോസിന് 100 വട്ടം വിശുദ്ധ പത്രോസ് അപ്പസ്തോലന് അറിയാം, എന്നെ നാളെ കൊല്ലും. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കും. ചേച്ചി എന്ന് വിളിച്ച വിഷമമുണ്ടോ?
പെങ്ങളെ, നാളെ പെങ്ങളെ കൊല്ലുക. നാളെ വേണ്ട, ഇപ്പം കൊന്നേക്കാം. കൊല്ലണ്ടല്ലേ, കുറച്ച് നാളോടൊക്കെ ജീവിച്ചോ. ആരാണ് മരിക്കാൻ തയ്യാറുള്ളത്? ചേട്ടനെ ഞാൻ കൊല്ലാൻ പോകുന്ന ആളെ. ഞാനാണ് ഹെറോദ് അഗ്രിപ്പ. ഞാൻ ചേട്ടനെ കൊല്ലാൻ പോവാ. നാളെ ചേട്ടൻ്റെ മരണമാണ്. ബൈപ്പാസ് ഒന്നും കഴിഞ്ഞല്ലല്ലോ അല്ലേ? പേടിച്ചിട്ട് സെക്കൻഡ് സാറ്റർഡേ തന്നെ സമാധിയായി. അപ്പോൾ ഒന്നല്ലല്ലോ, കുഴപ്പമില്ലല്ലേ, ഹെൽത്തി അല്ലേ ആള്. വെള്ളം വല്ലതും വേണേ ഇച്ചിരി കുടിച്ചു. അപ്പോൾ ഇങ്ങനെ ചേട്ടന് നാളെ ഞാൻ ഹെറോദ് അഗ്രിപ്പയാണ്. എനിക്കൊരു മനസാക്ഷിയില്ലാത്ത ആളാണ് ഞാൻ ചേട്ടനെ ഇന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ചേട്ടനെ നാളെ ഞാൻ കൊല്ലും. അപ്പം ചേട്ടനൊരു മര്യാദയില്ലാത്ത ചേട്ടനായുണ്ട്. 2 ചങ്ങല കൊണ്ടാണ് കിട്ടിയിട്ടേക്കുന്നത്. എന്നിട്ട് 2 പട്ടാളക്കാർ ഇവിടെ, 4 പട്ടാളക്കാർ, ഇങ്ങനെ 4 ഷിഫ്റ്റ്, മൊത്തം 16 പട്ടാളം കാവല്. മനസ്സിലായോ? 2 പേര് ഇങ്ങനെ ഉറങ്ങാൻ കാവൽ നിൽക്കുകയാണ്. ഇവിടെ 2 പേര്, മൊത്തം 4. ഇവരിനി അടുത്ത 4 മണിക്കൂർ കഴിയുമ്പോൾ ഇവരുടെ ഡ്യൂട്ടി മാറും, അടുത്തവർ വരും. അങ്ങനെയാണ് 4 ഷിഫ്റ്റ്. അയ്യോ ചേട്ടനായിരുന്നു എന്നാ ഇതേനെ. സത്യമായി എന്നോട് മറുപടി പറയാം. ചേട്ടനാണ് ഈ നഖം മുഴുവൻ കടിച്ച് തീർത്തിട്ട് ഇപ്പം വിരൽ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? ടെൻഷൻ അടിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ചാവുമെന്ന് ഓർത്തതേ അല്ല. അപ്പോൾ ഒരു 2-3 ദിവസം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ഒരു നല്ല കുമ്പസാരമൊക്കെ കഴിച്ചിട്ട് ഇനി ഒരു വകുപ്പുമില്ല. ചേട്ടൻ്റെ കാര്യം ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഈ 10 വിരലും തിന്ന് നിർത്തിട്ട് കാലിലെ നങ്ങെടുത്ത് കടിച്ചേണ്ട. എനിക്ക് ടെൻഷൻ പോത്തിട്ട് എനിക്ക് സമാധാനമില്ല. മാത്രമല്ല, ഞാൻ അവിടെ ഒരുത്തനെ ഉറക്കത്തുമില്ല. രാത്രി മുഴുവൻ അയ്യോ ചാവാൻ പോവാണ് എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞോണ്ടിരുന്നേനെ. ചേട്ടൻ ചാവാൻ പോകുന്നതിന് ഇടയ്ക്കാണോ? ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പക്ഷെ നമ്മൾ ബൈബിളിൽ കാണുന്ന എന്തെന്നറിയാം? പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിതനായി 4 പട്ടാളക്കാരുടെ മധ്യേ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അയ്യോ, എൻ്റെ പൊന്നുമക്കളെ, ഉറങ്ങുകയായിരുന്നെന്ന്. നാളെ കൊല്ലുക. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ബലം. നിങ്ങളെന്ന് ആലോചിച്ചു, വല്ലോനും ഒരു പട്ടാളക്കാരൻ അവിടെ നിന്ന് ഒരു സെൽഫി എടുത്ത് അഗ്രിപ്പായി അയച്ചു കൊടുത്തെന്ന് വിചാരിച്ചു. അഗ്രിപ്പാടെ അടിവേറളയിപ്പോത്തില്ല ഇത് കാണുമ്പോൾ. ഞാൻ നാളെ കൊല്ലാൻ പോകുന്നവൻ മനസ്സമാധി, എനിക്കുറക്കമില്ല, കൊല്ലാൻ പോകുന്നവന്. ഇതൊക്കെയായിരുന്നു അപ്പസ്തോലന്മാരുടെ ബലം. ഒരുത്തനും പേടിയില്ല. കൊല്ലുക എന്ന് പറഞ്ഞാൽ അന്ന് നീ വന്നിട്ട് വാ കൊല്ല്, അല്ലേ? ചേച്ചിമാരൊക്കെ വഴക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എന്നാ കൊല്ല്. അപ്പൊ ഓടി വരുമ്പോ അയ്യോ കൊല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടുകയും ചെയ്യും. അതുപോലൊന്നും അല്ല ഇത് കൊല്ലാൻ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. കല്ലെടുത്തെറിയുന്ന സമയത്ത് ഇല്ലേ, അങ്ങനെ നമുക്ക് കണ്ടിട്ടില്ലേ വീട്ടിലെ വഴക്കണത്, കൊല്ലടാ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? കൊല്ലാൻ വരുന്ന സമയത്ത് അയ്യോ കൊല്ലുന്നേ എന്ന് പറഞ്ഞിട്ട് ഓടുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ധൈര്യമൊന്നും അല്ല ഇവരുടെ. അപ്പസ്തോലന്മാരുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഒരുത്തനെയും പേടിയില്ല. അപ്പൊ ഞാൻ പറയാൻ വന്നെന്തെന്നറിയോ? കേട്ടോണേ. അങ്ങനെ കിടന്ന് ചങ്ങലകളാൽ ബന്ധിതരായി പട്ടാളക്കാരുടെ മധ്യേ കിടന്നുറങ്ങുമ്പോൾ ഒരു ദൂതൻ വന്നിട്ട് തട്ടി വിളിച്ചു. ഉയ്യോ, ഇതൊക്കെ മനസ്സിൽ കാണണം നിങ്ങൾ. നിങ്ങളെ ലോകത്തൊരുത്തന് സഹായിക്കാനില്ലാത്ത ഒരു തടവറയ്ക്കകത്ത് നിങ്ങൾ കിടക്കുമ്പോൾ ദൂതൻ വന്ന് നിങ്ങളെ തട്ടി വിളിച്ച് കതക് തുറന്ന് പുറത്തോട്ട് വിട്ടു. എന്തോ ഇതൊക്കെ കഥയാണോ? അപ്പം അങ്ങനെ കയറി വരാൻ പറ്റുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവണം. ഒരു ശക്തിക്കും തടുക്കാനാവാത്ത ഒരു ദൈവം. ഒരുത്തനും, ഒരു സാമ്രാജ്യത്തിനും, ഒരു പ്രത്യയശാസ്ത്രത്തിനും, ഒരു ഗവൺമെൻറ്റിനും, ഒരു അധികാരിക്കും, ഒന്നിനും, ഒരു കാവൽക്കാരനും, ഒരു സെക്യൂരിറ്റിക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രസൻസ്. അങ്ങോട്ട് ആഗ്രഹിച്ചോണം. ഈ കൃപ, അതാണ് കൃപ. നമുക്ക് കൈവന്നിരിക്കുന്ന
ഈ കൃപയിലേക്ക്. പ്രസൻസ് ആണ്, പ്രസൻസ്. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസം മൂലം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇതിന് ചേച്ചിയുടെ കഴിഞ്ഞ കാലം ഇവിടെ വിഷയമല്ല. ചേച്ചി 5090 പേരെ കൊന്നിട്ടുണ്ട്, വിഷയമല്ല. ഇപ്പോൾ ചേച്ചി തെറ്റുകളെക്കുറിച്ച് അനുതപിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ വിഷയം. കഴിഞ്ഞകാല ജീവിതം, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം പരിഗണിക്കുന്നില്ല. ബൈബിൾ പറയുന്നു അജ്ഞതയുടെ കാലഘട്ടങ്ങളെ അമ്മച്ചി പഴയ കാലത്തൊക്കെ വിട്ടുതരും. ഇപ്പോൾ നീ യേശുവിൽ വിശ്വസിക്കുന്നു, ഇപ്പോൾ നീ നിന്റെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുന്നു, ഇപ്പോൾ നീ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ഇപ്പോൾ നിത്യജീവന്റെ അവകാശിയാവാൻ നീ കൊതിക്കുന്നു. ഇപ്പോൾ ഇതാണ് സമയം. ഇത് ഈ സമയം. വേറെ പഴയതൊക്കെ വിട്ടേര്, പഴയതൊക്കെ വിട്ടേര്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടി. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടി. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. അപ്പോ നീതീകരണത്തിന്റെ ഒന്നാമത്തെ ഫലം സമാധാനം, രണ്ടാമത്തേത് സാന്നിധ്യം. നീതീകരിക്കപ്പെട്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ പ്രസൻസ് കിട്ടും. വേണോ? ഇനി വേറൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കരുത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ നടക്കണം. എന്തിനാ? കർത്താവേ നിന്റെ സാന്നിധ്യം തരാവോ, നിന്റെ സാന്നിധ്യം തരാവോ, നിന്റെ സാന്നിധ്യം തരാവോ, നിന്റെ സാന്നിധ്യം തരാവോ. ഞാൻ ഇന്നലെ വരെ ബീഹാറിൽ പാറ്റ്നയിൽ സിസ്റ്റേഴ്സിനെ അച്ഛന്മാരെയും ധ്യാനിപ്പിക്കുമായിരുന്നു. മെനഞ്ഞാന്ന് രാത്രിയിൽ പ്രസൻസ്. അയ്യോ എൻ്റെ അമ്മ. ആരാധനയുടെ സമയത്ത്, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് പ്രസൻസ് ഒന്നും പറയുന്നില്ല, പോട്ട്. പ്രസൻസ്, ദാറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. ഇത്രയും കാലവും നീ പഠിച്ച പാഠങ്ങളും നിനക്ക് കിട്ടിയ അനുഭവങ്ങളും ഒന്നും പോരാ. അതിനൊക്കെ അപ്പുറത്ത് പ്രസൻസ് കിട്ടണം. ഒറ്റ കാര്യം ഇനി ചോദിക്കാം, എന്താ? എനിക്ക് നിന്റെ സാന്നിധ്യം തരണം. കർത്താവേ നിന്റെ സാന്നിധ്യം എനിക്ക് തരണം. ഗിവ് മീ യുവർ പ്രസൻസ്. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെൻ്റെ തുണയാവണം. അപ്പോ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കും. കർത്താവിനോട് പറ കർത്താവേ നിന്റെ സാന്നിധ്യം എനിക്ക് തരണം. കർത്താവേ നിന്റെ സാന്നിധ്യം എനിക്ക് തരണം. എനിക്ക് സാന്നിധ്യം, അതായത് എനിക്ക് ഇപ്പം സാന്നിധ്യം വന്നു കഴിയുമ്പോണ്ടല്ലോ എന്താ കാണുന്നറിയാം, നിങ്ങൾ പിന്നെ ഈ തെക്കും വടക്കൊന്നും പിന്നെ നോക്കത്തില്ല. പ്രസൻസ് കിട്ടിയാൽ പിന്നെ നിങ്ങൾ പരിസരം മറക്കും. പ്രസൻസ് കിട്ടിയാൽ നിങ്ങൾ ബാക്കി ആളുകളൊക്കെ മറക്കും. പ്രസൻസ് കിട്ടിയാൽ പിന്നെ നിങ്ങൾ ദുഃഖം മറക്കും, ആകുലത മറക്കും. പിന്നെ കർത്താവ് ഇങ്ങനെ ഹൃദയത്തിൽ രാജാവായി വാഴുന്ന ഒരു അനുഭവത്തിൻ്റെ എനിക്കറിഞ്ഞൂടാ, വരും. നീ വിളിച്ചാൽ അവൻ വരും. നീ വിളിച്ചാൽ അവൻ വരും. വിശ്വാസത്തോടെ വേണം വിളിക്കാൻ, കേട്ടോ. തമിഴ്നാട്ടിൽ വരും, കോയമ്പത്തൂർ വരും, പോകുന്ന ഗ്രാമങ്ങളിൽ വരും. ഹല്ലേലൂയാ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിൻ്റെ സാന്നിധ്യം പ്ലെയിനകത്ത്, കപ്പലിനകത്ത്, ബസ്സിനകത്ത്, ബസ് സ്റ്റാൻഡിൽ, ലുലു മാളിൽ, ബസ് സ്റ്റോപ്പിൽ, കടയിൽ, തയ്യക്കടയിൽ, പിന്നെ എല്ലാ പാലുകടയിൽ എല്ലാം കർത്താവിൻ്റെ പ്രസൻസ്. നിങ്ങൾ നനച്ചു, നിങ്ങൾ കയറി ചെല്ലുന്നിടത്തെല്ലാം കർത്താവ്. അതിനാണ് ദൈവം മാമോദീസ തന്ന് എൻ്റെ പൊന്നു ചേട്ടാ, പൊന്നു ചേച്ചി നമ്മളെ കർത്താവിൻ്റെ സ്വന്തമാക്കി മാറ്റിയത്. വേറൊന്നിനും വേണ്ടി ചോദിക്കരുത്. എന്തിനു വേണ്ടി പറ, കർത്താവേ എനിക്ക് നിന്റെ സാന്നിധ്യം തായോ, എനിക്ക് നിന്റെ സാന്നിധ്യം തായോ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ വായിക്ക്, നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസം മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു, ദൈവമഹത്വത്തിൽ പങ്കുചേരാവുന്ന പ്രത്യാശയിൽ. എന്താണ് ദൈവമഹത്വം? എന്താണ് ദൈവമഹത്വം? ദൈവമഹത്വം ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചു കേട്ടോ. മൂന്നാമത്തേത് നീതീകരണത്തിൻ്റെ മൂന്നാമത്തെ ഫലമാണിത്. എന്താ? നമുക്കൊരിക്കൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ഒരർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. മഹത്വം എന്ന് പറഞ്ഞാൽ ഗ്ലോറി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. സീനായി മലയിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. അപ്പോൾ ദൈവമഹത്വം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഭാഗികമായി എന്ന വിധം കാണുന്നു, കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു. അന്ന് നമ്മൾ മുഖാമുഖം കാണും. അതാണ് ഒരിക്കൽ നമ്മൾ അവനെ പൂർണ്ണമായി അവനായിരിക്കുന്നത് പോലെ കാണും. അതാണ് മഹത്വം. ആ മഹത്വത്തിൽ അവനെ നമുക്ക് കാണാൻ പറ്റും. എടുത്തോ. രണ്ടാമതായിട്ട് ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ ഈശോ. ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ദൈവമഹത്വം സമം ഈശോ. പറ, ദൈവമഹത്വം സമം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലൂടെ വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് നോക്ക്, ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കൽ അവനെ അവനായിരിക്കുന്നത് പോലെ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു, എന്നാൽ അന്ന് നമ്മൾ മുഖാഭിമുഖം ദർശിക്കും. ഇന്ന് നമ്മൾ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു, അന്ന് നമ്മൾ അവനെ, നിങ്ങൾ ഈ വചനം വായിച്ചേ, അതായത് 1 യോഹന്നാൻ 3-ാം 1 മുതൽ 1 യോഹന്നാൻ 3-ാം 1 മുതൽ എടുത്ത് എല്ലാവരും കൂടെ ഉറക്കെ വായിച്ചോ. 1 യോഹന്നാൻ 3-ാം 1 മുതൽ പെട്ടെന്ന് വായിക്കുക. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഒന്നുകൂടെ വായിച്ചോ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. അടുത്തത്, ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് എന്തോ ഈ വായിക്കുന്നേ? പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ വായിക്കേ, പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു. ഉറക്കെ വായിക്കേ. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും, അവിടുന്ന് ആയിരിക്കുന്നത് പോലെ. ഇപ്പൊ പിടി കിട്ടിയോ? അവിടുന്ന് ആയിരിക്കുന്നത് പോലെ. ഇപ്പം നമുക്ക് അവിടുന്ന് ആയിരിക്കുന്നത് പോലെ കാണാൻ പറ്റില്ല. കണ്ടാൽ നമ്മൾ മരിച്ചു പോവും. ഇപ്പം നമുക്കുള്ളത് എന്താ? അവിടുത്തെ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ കിട്ടുന്നു. എന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ കണ്ടാൽ നമ്മൾ മരിച്ചു പോവും. എന്നാൽ അന്ന് എപ്പോൾ? അവിടെ നമ്മൾ മഹത്വീകരിക്കപ്പെടുമ്പോൾ, നമ്മൾ യേശുവിൻ്റെ 2-ാം വരവിൽ നമ്മൾ അവനായിരിക്കുന്നത് പോലെ കാണും. രണ്ടാമത്തേത് എന്താണ്? നമ്മൾ അവനെ പോലെ ആവും. ഇത് രണ്ടുമാണ് മഹത്വം. മഹത്വത്തിൻ്റെ നിർവചനം ഇത് രണ്ടുമാണ്. 1, അവനായിരിക്കുന്നത് പോലെ കാണും. 2, അവനെ പോലെ ആവും. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ ദൈവം ആയിരിക്കുന്ന പോലെ കാണാൻ പറ്റും, ഈശോയെ പോലെ ആവാൻ പറ്റും. ഇതാണ് മഹത്വം. ഇതാണ് ദൈവമഹത്വത്തിൽ പങ്ക്. മനസ്സിലായില്ലെങ്കിലും വിഷമിക്കേണ്ട, ഈ വാക്യം ഓർത്തിരുന്നോ. അവനായിരിക്കുന്നത് പോലെ അവനെ കാണും, അവനെ പോലെ ആവും. എന്ന് പറയാവോ? അവനായിരിക്കുന്നത് പോലെ അവനെ കാണും, അവനെ പോലെ ആവും. ഇതിൻ്റെ പേരാണ് മഹത്വം. അപ്പം ഇനി റോമർ 5 തിരിച്ചു വാ. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു. അടുത്ത വാക്യം. കാരണം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്ത് വചനം? കാരണം പ്രത്യാശ നമ്മെ, വായിക്കേ, പ്രത്യാശ നമ്മെ, അതിന് തൊട്ട് 4-ാമത്തെ വാക്യം വായിച്ചേ. 4-ാമത്തെ വാക്യം തൊട്ട് 3-ാമത്തെ വാക്യം. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. ഇനി ഒന്നുകൂടെ ആദ്യം മുതൽ വായിക്കേ. ഇതൊന്ന് മാറ്റരുത് ദയവ് ചെയ്ത്. ഇത് ഒന്ന് വായിച്ചോ. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ
നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇത് ഈ വചനം മാറ്റരുത്, ശ്രദ്ധിച്ചോ. ഒന്ന്, നീതീകരിക്കപ്പെട്ട നമുക്ക് കിട്ടിയ ഒന്നാമത്തെ ഫലം പറയൂ, സമാധാനം. രണ്ടാമത്തേത് സാന്നിധ്യം. മൂന്നാമത്തേത് ദൈവമഹത്വം. ദൈവമഹത്വം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അവനായിരിക്കുന്നത് പോലെ അവനെ കാണും, അവനെ പോലെ ആവും. മനസ്സിലായി? ദൈവമഹത്വത്തിലേക്ക് നമുക്ക് പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രത്യാശ. എന്നെ ശ്രദ്ധിച്ചോണം, എന്നെ നോക്കിയോ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഹോപ്പ്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുകയാണ്, ഇത് കഴിയുമ്പോൾ എല്ലാവർക്കും കഞ്ഞി കിട്ടും. ഇത് ഉറപ്പാണോ? അല്ല. ഈ പ്രത്യാശ ഉറപ്പില്ലാത്ത കാരണം എന്താ? ഈ കഞ്ഞി മുഴുവൻ കരിഞ്ഞു പോയാനായും കിട്ടുമോ? ദൈവമേ, ആകെ കൂടി ഈ കഞ്ഞി കിട്ടുമെന്ന് ഓർത്തായി വിശന്നിരിക്കുന്നു. അപ്പോൾ ഈ കഞ്ഞി കരിഞ്ഞു പോയാൽ ഇത് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിലും സാധാരണ എപ്പോഴും കിട്ടുന്നതാണ്. ഇന്ന് കിട്ടണമെന്നില്ല. എന്താ കാര്യം? ചിലപ്പോൾ കരിഞ്ഞു പോയാൽ എന്തു ചെയ്യും അല്ലേ? ഇപ്പോൾ ഈ പിന്നെ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോഴേ നടന്നൊരു കാര്യം പറയാം. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പം പിന്നെ ഇങ്ങനെ ബുഫേ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇങ്ങനെ ഒഴിച്ച് നമ്മൾ തന്നെ വിളമ്പി പോയി കഴിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ നല്ല മീൻ വറുത്തതും നല്ല ചിക്കൻ കറി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അച്ഛൻ വന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ സൂപ്പുണ്ടായിരുന്നു, സൂപ്പ്. അപ്പം ഞാൻ ഈ എല്ലാം കൂടെ വാരിക്കൊണ്ട് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആദ്യം സൂപ്പ് എടുത്തിട്ട് മാറിപ്പോയിരുന്നു. സൂപ്പ് കുടിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ മീനും ഇല്ല, ചിക്കനും ഇല്ല. കാരണം ഞാൻ മലയാളികളുടെ കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ഞാൻ മറന്നുപോയി. മുമ്പേ പോയവൻ എല്ലാം വാരിക്കൊണ്ട്. അപ്പോൾ എന്നോട് അവിടുന്ന് എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ച അച്ഛൻ എന്താ പറഞ്ഞത്? ഇന്ന് മീനും കിട്ടും, ചിക്കനും കിട്ടും. ആ പ്രത്യാശ ഉറപ്പുള്ള പ്രത്യാശയാണോ? അല്ല. കാരണം എന്താ? ഫ്രണ്ടിൽ പോയവൻ എടുത്താൽ അത് കിട്ടില്ല. ഇപ്പൊ പിടികിട്ടുന്നുണ്ടോ? പ്രത്യാശ എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. അതാണ് പ്രത്യാശ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. മനസ്സിലായോ? നമുക്ക് പരിചയമുള്ള പ്രത്യാശയൊക്കെ ജോലി കിട്ടുമായിരിക്കും, കല്യാണം നടക്കുമായിരിക്കും, മക്കളുണ്ടാവുമായിരിക്കും, പ്രത്യാശയാണ് ഇതെല്ലാം. പക്ഷെ ആ പ്രത്യാശ ചിലപ്പോൾ കിട്ടാൻ, ചിലപ്പോൾ കിട്ടില്ല അല്ലേ? അങ്ങോട്ട് പോകുന്ന വഴിക്ക് വണ്ടി കിട്ടും, വണ്ടി കിട്ടാതെ, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കും. എന്നാൽ ബൈബിൾ പറയുന്നു, ഹെബ്രായർ 6 പറയുന്നു, ഉറപ്പുള്ള നങ്കൂരം പോലെയാണ് ആ പ്രത്യാശ. അതിന് മാറ്റമില്ല. അതായത് ദൈവമഹത്വത്തിൽ പങ്കുചേരാം. നമ്മൾ ഒരിക്കൽ ദൈവത്തെ പോലെ ആവും, ദൈവത്തെ അവനായിരിക്കുന്ന പോലെ കാണും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭൂമിയിൽ ഒത്തിരി ഇൻജസ്റ്റിസ് ഉണ്ട്, അനീതിയുണ്ട്. ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഈ വട്ടിയൂർക്കാവിനടുത്ത് ഒരു സ്ഥലത്ത് എൻ്റെ വേണ്ട സത്യം പറയുന്നില്ല, ഒരു കാര്യത്തിന് ഞാൻ പോകുമ്പോൾ, എന്തിനാണ് ഞാൻ പറയുന്നത്, ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ രാവിലെ പോകാൻ. അങ്ങനെ രാവിലെ പോകുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ഒരു അമ്മച്ചി ഇങ്ങനെ കൂനിയിരിക്കുന്ന അമ്മച്ചിയാണ്. അതിങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ നടക്കുന്ന കാണാം. ഒരു ദിവസം ഞാൻ കണ്ടു, 2 ദിവസം ഞാൻ കണ്ടു. 3-ാമത്തെ ദിവസം ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ട്, എനിക്ക് ഇറങ്ങി ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം സിറ്റിയാണ് ഞാൻ പോകുന്നത്, എനിക്ക് വ്ളോഗ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ എന്നെ ഒരു വല്ലാത്ത ഡ്രസ്സിലായിരിക്കും ആളുകൾ കാണേണ്ടത്. അതുകൊണ്ട് എനിക്ക് ഇറങ്ങി ചെല്ലാൻ മടി. എന്നാലും ഈ അമ്മച്ചിയുടെ ഈ നിപ്പ് കണ്ടിട്ട് ഞാൻ ഇറങ്ങി ചെന്നിട്ട്, അമ്മച്ചി എവിടുന്ന് ഇവിടെ വീട് എവിടാ? അപ്പോൾ എന്നോട് പറഞ്ഞു, മക്കളെ ഇവിടെ അടുത്താണ് എൻ്റെ വീട്. എന്താ ഈ റോഡിൽ നിൽക്കുന്നത്? എനിക്ക് പോകാനൊന്നും ഒരു സ്ഥലമില്ല, ഞാൻ അതുകൊണ്ട് ഈ റോഡിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു, പ്രാർത്ഥിച്ചു, കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ഞാൻ ഇങ്ങനെ പോരുന്നു. പിറ്റേ ദിവസവും കണ്ടു. പിന്നെ തൊട്ട് അമ്മച്ചിക്ക് എന്നെ കാണുമ്പോൾ ഞാൻ നിർത്തത്തേ ഉള്ളൂ, എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ ആലോചിച്ച് നോക്കി, ഈ അമ്മ, എനിക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ എന്തെങ്കിലും ഈ അമ്മയ്ക്കുണ്ടോ? ഇല്ല. എനിക്ക് കിട്ടുന്ന പ്രിവിലേജ് ഒന്നും ഈ അമ്മയ്ക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എൻ്റെ ജീവിതവും ഈ അമ്മച്ചിയുടെ ജീവിതവും തട്ടിച്ചു നോക്കുമ്പോൾ ഈ അമ്മച്ചിയോട് ലോകം ഒത്തിരി അനീതിയാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഈ ഭൂമിയിൽ കിട്ടിയ ഒരുപാട് സന്തോഷങ്ങളും സുഖ സൗകര്യങ്ങളും ഈ വല്യമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. റോഡിൽ നിൽക്കുക.
ഞാൻ മുടി വെട്ടാൻ വേണ്ടി ഒരിക്കൽ ഈ സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലത്ത് ഒരു കടയിൽ പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ ആളുകൾ ഒരുപാട് പേര് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഒരു ഒറ്റ ആളൂടെ കഴിഞ്ഞിട്ട് അച്ഛനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്, ആ ചായക്കടയിലോട്ട് ഞാൻ പോയി ഒരു ചായ തരാൻ പറഞ്ഞു. അപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചായ കൊണ്ട് തരുന്നത് ഒരു വല്യമ്മയാണ്. വല്യമ്മയെന്ന് പറഞ്ഞാൽ ഒരു 10-75 വയസ്സുള്ള അമ്മച്ചിയാണ്. അപ്പം ഞാൻ ആ അമ്മച്ചിയുടെ അടുത്ത് ചിരിച്ചു വർത്താനൊക്കെ പറഞ്ഞ് അച്ഛനാന്ന് പറഞ്ഞു. മുടി വെട്ടാൻ വന്നുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മച്ചിയുടെ അടുത്ത്, അമ്മച്ചി എവിടെ, ആദ്യം അച്ഛനെന്ന് പറഞ്ഞില്ല കേട്ടോ, ആദ്യം ഞാൻ ചോദിച്ചു അമ്മച്ചി എവിടാ. അപ്പോൾ അമ്മച്ചിയുടെ ആണ് ഈ കട. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അല്ല ഈ കട ഞാൻ ജോലിക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. അയ്യോ എത്ര രൂപ കിട്ടും ഒരു ദിവസം? ഒരു ദിവസം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 70 രൂപ കിട്ടുന്നുണ്ട്. 70 രൂപ. എന്നിട്ട് ആ ചേച്ചി എൻ്റെ അടുത്ത് പറയുകയാണ്, അമ്മച്ചി പറയുകയാണ്, അച്ഛനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, എനിക്ക് ഭർത്താവില്ല, ഞാൻ ഭർത്താവിൻ്റെ അനിയൻ്റെ കുടുംബത്തിനോടാണ് നിൽക്കുന്നത്, അവിടെ എല്ലാ ദിവസവും 50 രൂപ കൊടുക്കണം ഭക്ഷണം കഴിക്കുന്നതിന്. 50 രൂപ അവിടെ താമസിക്കുന്നതിന്, 20 രൂപ എൻ്റെ വണ്ടിക്കൂലി. 70 രൂപ തീർന്നേ. ഈ അമ്മ ഈ ബേക്കറിയിൽ, ഈ ചായക്കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നതിന് പ്രാക്ടിക്കലി ഈ അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ എല്ലാ മാസവും മുടി വെട്ടാൻ ഇവിടെ വരും, അമ്മച്ചി വിഷമിക്കണ്ട കേട്ടോ. അതായത് ഞാൻ മുടി വെട്ടാൻ പോകുമ്പോഴെല്ലാം ഈ അമ്മച്ചിയെ പോയി കാണാം. പോട്ടെ, ബാക്കി വിട്ടേക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ അമ്മച്ചിയും ഞാനും ജീവിതത്തെ തട്ടിച്ചു നോക്കിയാൽ എനിക്ക് കിട്ടിയ പ്രിവിലേജുകളൊന്നും ഈ അമ്മച്ചിക്ക് കിട്ടിയോ? ഇല്ല. ജീവിതം നമ്മളോട് ഒത്തിരി പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നത് നമുക്ക് തോന്നും, അല്ലേ? പക്ഷെ എനിക്കും അമ്മച്ചിക്കുമുള്ള പ്രത്യാശ ഒന്നാണ്. എന്താ? ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും ദൈവത്തെ അവനായിരിക്കുന്ന പോലെ കാണും, അവനെ പോലെ ആവും. ഈ ഭൂമിയിൽ ഒത്തിരി ഇൻജസ്റ്റിസ് ഉണ്ടാവും, പക്ഷെ പ്രത്യാശ, ശക്തമായ പ്രത്യാശ എന്താണ്? ഒരിക്കൽ ദൈവത്തെ കാണും, ദൈവത്തിൻ്റെ പ്രസൻസിൽ സന്തോഷം അനുഭവിക്കും, അവനെ പോലെ ആവും. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ആ പ്രത്യാശയ്ക്ക് മാറ്റമില്ല. നിങ്ങൾ എഴുന്നേറ്റോ, നിങ്ങൾ കൈയും കാലും നോവുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ഒന്ന് എഴുന്നേറ്റ്. നായ്ക്കമ്പറമ്പരച്ഛനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മളൊരു ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. വേഗം എഴുന്നേറ്റോ. നിങ്ങൾക്ക് കൈയും കാലും നൂരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ചേച്ചിയൊക്കെ കാല് എവിടാന്ന് കണ്ടുപിടിക്കാൻ പാടുപെടുന്ന ഞാൻ കണ്ട്. ചേച്ചി അന്വേഷിപ്പിൻ കണ്ടെത്തും. കാല് കിട്ടിയോ? അവരവരുടെ കാല്. അമ്മച്ചിമാരെയൊക്കെ ഒന്ന് സഹായിക്കുക എഴുന്നേക്കാൻ. യാ ശരി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? നായ്ക്കമ്പറമ്പിലച്ഛൻ അറിയാലോ. ഇപ്പം ഇതിനോടകം നിങ്ങൾക്ക് അറിയാത് എന്താണ്? യേശുവേന്ന് വിളിച്ചിട്ട് ഒറ്റച്ചാട്ടം. ഇപ്പം പെട്ടെന്ന് ചാടരുത്, കാരണം ഒരു വശക്കേടായിട്ടൊക്കെ ഇരിക്കുകയാണ് കാല്. അപ്പോൾ ഇപ്പം എന്താണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഹല്ലേലൂയ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് കൈയും കാലുമൊക്കെ ഒന്ന് അനക്കി. ഓക്കെ, വെരി ഗുഡ്. വേറെ ഒരു ധ്യാനകേന്ദ്രത്തിൽ ഇല്ലാത്ത സൗകര്യമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്താണെന്നറിയോ? ഈ കാലിൻ്റെ എക്സസൈസ്, കൈയുടെ എക്സസൈസ് എല്ലാം ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് തരികയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തരണ്ട, അതിന് ഫ്രീ ആണ്, ഇതെല്ലാം ഫ്രീ ആണ്. നിങ്ങളുടെ ഒരു ഹെൽത്ത് കൂടെ ഞാൻ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഹാർട്ടാണ് ഈ കാലിൻ്റെ എന്താ പറയുന്നത്, ഈ കാഫ് മസിൽസ് സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്. എന്നോട് ഞാൻ ഷില്ലോങ്ങിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ജോർജ് അച്ഛൻ പറഞ്ഞു, അച്ഛന് ഇത് ചെയ്തത് ബൈപ്പാസ് ആണോ എന്തോ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു സർജറി അച്ഛന് ചെയ്തത് ഈ കാഫ് മസിലിലാന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെ. മനസ്സിലായി? ഹൃദയത്തിൻ്റെ പ്രശ്നത്തിന് ഇവിടെ സർജറി ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്നാലോചിച്ച് നോക്ക്. അപ്പോൾ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കാല് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ചേച്ചി ഇങ്ങനെ കാലൊക്കെ ഐസ് പോലെ ആക്കി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായാൽ ഹാർട്ട് അറ്റാക്ക് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? അതുകൊണ്ട് യേശുവെന്ന് വിളിച്ചിട്ട് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ചാടിക്കോണം, ചേട്ടനും ചാടിക്കോണം. യേശുവെന്ന് വിളിച്ചിട്ട് അപ്പോൾ ചാടിക്കോ, യേശുവേ. വെരി ഗുഡ്. ചില അനുസരണമില്ലാത്ത സന്തതികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് വരണ്ടെങ്കിൽ മതി. അപ്പോൾ യേശുവേ ചാടിക്കോ. കൈ രണ്ട് കൈയും പൊക്കിയിട്ട് യേശുവേ, യേശുവേ. ഒന്നുകൂടെ യേശുവേ, യേശുവേ, യേശുവേ. ഒന്ന് ശക്തമായിട്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് കൈയടിച്ച് ശക്തമായിട്ട്. അപ്പാ പിതാവേ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെക്കാളും ഉപരി ആബാ പിതാവേ,
നിന്റെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പാ. നിന്റെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പാ. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണേ അപ്പാ. ഞങ്ങളുടെ ജീവിത സമരങ്ങളിലും സങ്കടങ്ങളിലും ഞങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ ഞങ്ങൾ നിൽക്കുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങളെ സഹായിക്കണേ അപ്പാ. നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. ശാന്തമായിട്ടിരുന്നേ, സ്വസ്ഥാനങ്ങളിലിരുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം, ഇരിക്കാം, ഇരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ടാണ് കഷ്ടതകളിൽ അഭിമാനിക്കാൻ പറ്റുന്നത്. ശരിയല്ലേ പറഞ്ഞേ? അതായത് നമുക്ക് നമ്മുടെ കഷ്ടതകളിൽ അഭിമാനിക്കാൻ പറ്റുന്നത് ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. അതായത് എന്ത് പ്രത്യാശയാണ്? ഒരിക്കൽ ഞാൻ എൻ്റെ കർത്താവിനെ അവനായിരിക്കുന്നത് പോലെ കാണും. രണ്ടാമത്തേത്, ഞാൻ അവനെ പോലെ ആവും, ഞാൻ ഈശോയെ പോലെ ആവും. അപ്പം ഇനി അടുത്തത് പറയണം. അതുകൊണ്ടാണ് മൂന്നാമത്തെ വാക്യം നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നത്. നാലാമത്തെ വാക്യം എന്തുകൊണ്ടാണ്? കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. അതായത് കഷ്ടതയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പറ. കഷ്ടതയിൽ നിന്ന് നമുക്ക് സഹനശീലം കിട്ടും. സഹനശീലത്തിൽ നിന്ന് ആത്മധൈര്യം കിട്ടും. ആത്മധൈര്യത്തിൽ നിന്ന് പ്രത്യാശ കിട്ടും. പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല. വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കുക. കഷ്ടതയുണ്ടായാൽ എന്ത് കിട്ടും? സഹനശീലം കിട്ടും. സഹനശീലം. പണ്ടൊരാളോട് ചോദിച്ചു, പാപമോചനം കിട്ടാൻ എന്നാ ചെയ്യണമെന്ന്. അയാൾ പറഞ്ഞു, പാപം ചെയ്യണമെന്ന്. പാപമോചനം കിട്ടാൻ എന്നാ ചെയ്യണം? പാപം ചെയ്യണം. അങ്ങനെ പൊട്ടത്തരമല്ല ഇത്. മറിച്ച് കഷ്ടതയിൽ നിന്ന് എന്ത് കിട്ടും? സഹനശീലം എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സഹിക്കാനുള്ള ശക്തി. നന്നായിട്ട് ശ്രദ്ധിക്ക്. ഒരുപാട് എൻ്റെയും നിങ്ങളുടെയും ഒരുപാട് സഹനങ്ങളെ നമ്മൾ ആവശ്യമില്ലാതെ കളഞ്ഞു, വെറുതെ കൊണ്ട് കളഞ്ഞു. ദൈവം ആഗ്രഹിക്കുന്നത് പോലാണ് സഹിച്ചിരുന്നതെങ്കിൽ അതിലൂടെ നമുക്ക് ഒത്തിരി കൃപ കിട്ടിയേനെ. അപ്പം എന്താണ് സഹനശീലം? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള കൃപ. അതായത് സഹനം വരുമ്പോൾ ദൈവം കാണുന്നത് പോലെ അതിനെ കാണാനുള്ള ഒരു കൃപ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഴ പെയ്തപ്പോൾ പ്രാർത്ഥിച്ചിട്ടും മഴ നിൽക്കാഞ്ഞപ്പോൾ എനിക്ക് വിഷമമുണ്ട്. ആ വിഷമത്തെ കുറിച്ച് കർത്താവ് വേറൊരു വിധത്തിൽ കാണാൻ സഹായിക്കും. എന്താണത്? അതായത് ദൈവജനം ഈ മഴയത്തും ദൈവത്തെ കേൾക്കാൻ തയ്യാറാവും. മഴയൊന്നും അവർക്ക് പ്രശ്നമല്ല. ആ ദൈവജനത്തിൻ്റെ വിശ്വാസം അത്രയും വലുതാണ് എന്ന് കാണാൻ ഈ സഹനം ആവശ്യമാണ്. നീന്തൽ പഠിക്കാൻ എന്ത് ചെയ്യണം? വെള്ളത്തിൽ ഇറങ്ങണം. ക്രൈസിസ് മാനേജ്മെൻറ്റ് പഠിക്കാൻ എന്ത് ചെയ്യണം? ക്രൈസിസ് ഉണ്ടാവണം, അല്ലേ? പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പഠിക്കണം. അതിനെന്ത് ചെയ്യണം? പ്രശ്നം ഉണ്ടാവണം. അല്ല അവനെങ്ങനെ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നത്? ക്ഷമിക്കാൻ പറ്റണം. അതിനെന്ത് ചെയ്യണം? വല്ലവരും വന്ന് ചീത്ത വിളിക്കണം. വല്ലവരും വന്ന് തെറി വിളിക്കാതെ ഞാൻ പറയാണ്, ഞാൻ ക്ഷമാശീലനാണ്, ഞാൻ പറയാണ്, ഞാൻ മഹാക്ഷമാശീലനാണ്. പക്ഷെ ക്ഷമാശീലനാണെന്ന് അറിയാൻ പറ്റുമോ? വല്ലവരും വന്ന് നല്ല പച്ച തെറി വിളിക്കുമ്പോഴേ ക്ഷമയുണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റൂ. അപ്പൊ സഹനശീലം കിട്ടണമെങ്കിൽ സഹനം വരണം. കഷ്ടത സഹനശീലം. മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിത ഇങ്ങനെയാണ്. എന്തെന്നറിയോ? I asked God for wisdom and he gave me problems to learn to solve. ഞാൻ കർത്താവിനോട് ജ്ഞാനം തരാമെന്ന് ചോദിച്ചു. ദൈവം എനിക്ക് എന്ത് ചെയ്തു? കുറേ പ്രശ്നങ്ങൾ തന്നിട്ട് എന്നോട് പരിഹരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എനിക്ക് ജ്ഞാനം കിട്ടി.
ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഗിവ് മീ വിസ്ഡം. ഹി ഗേവ് മീ പ്രോബ്ലംസ് ടു ലേൺ ടു സോൾവ്. എനിക്ക് കുറച്ച് ജ്ഞാനം തരാമോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് കുറേ പ്രശ്നങ്ങൾ തന്നിട്ട് അത് പരിഹരിക്കാൻ ആവശ്യപ്പെട്ടു. അത് പരിഹരിച്ചപ്പോൾ എനിക്ക് ജ്ഞാനം കിട്ടി. പിന്നെ ഐ ആസ്ക്ഡ് ഫോർ പ്രോസ്പെരിറ്റി. ഞാൻ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവത്തോട് ചോദിച്ചു. ഗോഡ് ഗേവ് മീ എ ബ്രെയിൻ ആൻഡ് ബ്രോൺ ടു വർക്ക്. കർത്താവ് എനിക്ക് അഭിവൃദ്ധി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് ജോലി ചെയ്യാൻ, തൊഴിലെടുക്കാൻ ബുദ്ധിയും ആരോഗ്യവും തന്നു. ഞാൻ തൊഴിലെടുത്തപ്പോൾ എനിക്ക് അഭിവൃദ്ധി കിട്ടി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നല്ല കവിതയാണ്. പിന്നെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഐ ആസ്ക്ഡ് ഫോർ കറേജ്. ദൈവമേ എനിക്ക് ധൈര്യം തരാമെന്ന് ചോദിച്ചു. ഹി ഗേവ് മീ ഡേഞ്ചേഴ്സ് ടു ഓവർകം. അവൻ എനിക്ക് കുറേ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ അതിജീവിക്കാൻ വേണ്ടി തന്നു. അങ്ങനെ എനിക്ക് ധൈര്യം കിട്ടി. ഐ ആസ്ക്ഡ് ഫോർ ലവ്. ദൈവമേ എനിക്ക് സ്നേഹിക്കാനുള്ള കഴിവ് തരണമെന്ന് പ്രാർത്ഥിച്ചു. ഗോഡ് ഗേവ് മീ, ഹി ഗേവ് മീ പീപ്പിൾ ടു ഹെൽപ്പ്. ദൈവമേ എനിക്ക് സ്നേഹിക്കാനുള്ള കഴിവ് തരണമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? സഹായം അറിയിക്കുന്ന കുറേ പേരെ എൻ്റെ കൺമുമ്പിൽ നിർത്തിയിട്ട് അവരെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് സ്നേഹം ഉണ്ടായി. ഐ ആസ്ക്ഡ് ഫോർ ഫേവേഴ്സ്. കുറേ ദാനങ്ങൾ തരാമോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഗോഡ് ഗേവ് മീ ഓപ്പർച്യൂണിറ്റീസ്. ദൈവം എനിക്ക് കുറേ അവസരങ്ങൾ തന്നു. അതിലൂടെ എനിക്ക് ഇഷ്ടം പോലെ ദാനങ്ങൾ കിട്ടി. മനോഹരമാണ് കേട്ടെ. ഐ റിസീവ്ഡ് നത്തിങ് ഐ വാണ്ടഡ്, ബട്ട് ഐ റിസീവ്ഡ് എവറിത്തിങ് ഐ നീഡഡ്. അയ്യോ, ഞാൻ ചോദിച്ചതോ അനാവശ്യപ്പെട്ടതൊന്നും ദൈവം എനിക്ക് തന്നില്ല. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം എനിക്ക് തന്നു. God did not give me everything I needed. God did not give me everything I asked for. He gave me everything I needed. ഞാൻ ചോദിച്ചൊന്നും അവൻ എനിക്ക് തന്നില്ല. എനിക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ എനിക്ക് തന്നു. God gives you not what you ask, but you need. നിനക്ക് വേണ്ടതാണ് ദൈവം തരുന്നത്. അപ്പോൾ ചില വേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാൻ സഹനം, കഷ്ടപ്പാട്, അതിലൂടെയാണ് നമ്മൾ പഠിച്ചത്. ലോകത്തെവിടെ കൊണ്ടിട്ടാലും ജീവിക്കാൻ നമ്മൾ പഠിച്ചത് കഷ്ടപ്പാടുകളിലൂടെയാണ്. അപ്പൊ കഷ്ടത എന്ത് തരുന്നു? ഉറക്കെ പറയൂ. സഹനശീലം. കഷ്ടത സഹനശീലവും, അടുത്തത് സഹനശീലം ആത്മധൈര്യവും. സഹനശീലം അപ്പോൾ കുറേ സഹിച്ചു കഴിയുമ്പോൾ എന്താണെന്നറിയോ? ഭയങ്കര ധൈര്യമാണ്, ആത്മധൈര്യം. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യം. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ക്യാരക്ടർ എന്നാണ്. അതായത് സഹിച്ച് നമുക്ക് ഇത് സ്വഭാവമായിട്ട് മാറി. എന്ത് പ്രശ്നം വന്നാലും അല്ലേ, പാലം കുലുങ്ങിയാലും മിസ്റ്റർ കേളൻ കുലുങ്ങത്തില്ല. മനസ്സിലായോ? പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങത്തില്ല. കാരണം എന്താ? കേളൻ ഇത് എല്ലാ ദിവസവും കുലുങ്ങി കേളന് നിങ്ങൾക്ക് അറിയാമോ? അതായത് KSRTC ഡ്രൈവർ, KSRTC ബസ്സിലെ കണ്ടക്ടറെ ഇപ്പോഴല്ലേ മറ്റേ ഈ സ്വിച്ച് ഇട്ട് ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് കയറി ഇങ്ങനെ ഇറങ്ങി വരുന്ന ടൈപ്പ്. പണ്ട് എഴുതുന്നല്ലേ? നിങ്ങൾ ആലോചിക്കുക എന്തോരം ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവർ എഴുതുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ നിങ്ങൾ ബസ്സിൽ നിന്ന് കയറുന്നവരല്ലായിരിക്കും. ഇപ്പോഴത്തെ ബസ്സിൽ അവരിങ്ങനെ മറ്റേ ഈ മറ്റേ ബില്ല് അതിൽ നിന്ന് വരുന്നതാണ്. അങ്ങനത്തെ ടിക്കറ്റാന്ന് തോന്നുന്നു. പണ്ടത്തെ ബസ്സിൽ എന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റാണ്. ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ടിക്കറ്റ് കളക്ഷനുണ്ട്. ഇത് ടിക്കറ്റ് എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും, സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നവർ. അപ്പോൾ ഇതിനകത്ത് ഒരു അക്കത്തിനകത്ത് ഇയാൾ ടിക്കറ്റും. പിന്നെ അത് മാത്രമല്ല, ഇയാൾ ഇത് മുഴുവൻ ഈ വിറ്റ ടിക്കറ്റ് എല്ലാം ഒരു 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 പേപ്പറിനകത്ത്. ചേച്ചി കണ്ടിട്ടുണ്ടോ ഇതൊക്കെ? ചേച്ചിയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുക. നിങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അയാളിരുന്ന് അതെല്ലാം എഴുതും. എനിക്ക് വളരെ കൗതുകവും അത്ഭുതവും തോന്നിയിട്ടുണ്ട്. ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര വൃത്തിയായിട്ട് ഈ ചെറിയ കോളത്തിനകത്ത് ഇതെല്ലാം എഴുതുന്നത്? ഓടുന്ന ബസ്സിനകത്തിരുന്ന് എഴുതുന്നേ. അങ്ങനെ ഈ ഓടുന്ന ബസ്സിനകത്ത് എഴുതി ഇയാൾക്ക് ശീലമായി അത്, അല്ലേ? ക്യാരക്ടറായി. അപ്പോൾ പണ്ടൊരു ചേച്ചി പറഞ്ഞു, എൻ്റെ ഭർത്താവ് KSRTC കണ്ടക്ടറാ, വല്ലതും എഴുതണമെങ്കിൽ അയാൾക്ക് മേശ കുലുക്കി കൊടുക്കണമെന്ന്. മനസ്സിലായോ? അതായത് വല്ലതും എഴുതണമെങ്കിൽ അയാൾക്ക് മേശ ഇപ്പോൾ കുലുക്കി കൊടുക്കണം. കാരണം അയാൾക്ക് ഈ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് എഴുതാൻ പറ്റില്ല, കുലുങ്ങുന്ന സ്ഥലത്തേ എഴുതാൻ പറ്റും. അല്ലെ അയാളെ പിടിച്ച് കുലുക്കണം. അപ്പോൾ ക്യാരക്ടറായി. സഹിച്ച് എന്നാ പറ്റും മോളെ? സ്വഭാവമായി. ഇത് ഒരുമാതിരിപ്പെട്ട സഹനമൊക്കെ വന്നാലും നമ്മ ഭയങ്കര സൂപ്പറായിട്ട് പിടിച്ചു നിൽക്കും. സഹനത്തെ പേടിയില്ല. വിശ്വാസിക്ക് സഹനത്തെ പേടിയേ ഇല്ല. നമ്മൾ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിലെ ഈ സാത്താൻ നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ?
എന്തെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു കോടാലി അപ്പുറത്ത് വരും. മനസ്സിലായോ? അതായത് എന്തെങ്കിലും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി, അവിടെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെന്ന് വെച്ചോ, അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും വേറൊരു കോടാലി വരും. അപ്പം ആദ്യകാലങ്ങളിലൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, ഈ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നിറച്ച് ഓരോ പ്രശ്നങ്ങളാണല്ലോ. അപ്പം ഞാൻ എൻ്റെ ആത്മീയ പിതാവിനോട് ചോദിച്ചു, ഇതിപ്പോൾ എങ്ങനെ പ്രശ്നമാണല്ലോ, അപ്പം നമുക്കൊരു മടുപ്പാണ്. കാരണം എന്താ, ഈ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ എന്നും പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു വചനം കാണിച്ചു തന്നു. വചനം ഇതാണ്: സാത്താനെ എതിർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പൊക്കോളും. ഈ ചെറിയ ഓലപ്പാമ്പ് കണ്ട് പേടിക്കരുത്, അങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിക്കണം, അങ്ങനെ അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. ഒരു 3-4 തവണ ഇങ്ങനെ വന്നിട്ട് പിന്നെന്താണെന്നറിയാം, പിന്നെ അതിനുശേഷം യാതൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇനി എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായാൽ തന്നെ നമുക്ക് ഒട്ടും പ്രശ്നവുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ക്യാരക്ടറാവും. പിന്നെ അതിനൊക്കെ മേളിൽ കയറുന്ന ഒരു ശക്തി ദൈവം തരാൻ തുടങ്ങും. അപ്പം സഹനശീലം, കഷ്ടത സഹനശീലം ക്യാരക്ടർ. ഈ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും? പ്രത്യാശ ഉണ്ടാവും, ഭയങ്കര പ്രത്യാശ. ആ പ്രത്യാശ നമ്മളെ നിരാശരാക്കില്ല. എന്ത് സംഭവിച്ചാലും വിശ്വാസിക്ക് നിരാശയില്ല. ദൈവത്തെ വിട്ടിട്ട് ഞാൻ ബീഹാറിൽ ചെന്നപ്പോൾ സിസ്റ്റേഴ്സ് 2 പേര് ഒരു 3-4 മണിക്കൂർ ദൂരെ നിന്ന് ഒരു പെങ്കൊച്ചനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ആ കുട്ടിയുടെ അപ്പനും ഉണ്ടായിരുന്നു, അവിടുത്തുകാരാ. അപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് ആ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇത് സുഖപ്പെടണം, ഈ കുട്ടി സുഖപ്പെട്ടേ പറ്റൂ. എന്തെന്നറിയാമോ, ഇത് സുഖപ്പെടാത്തതുകൊണ്ട് ഈ അപ്പൻ കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് പള്ളി വന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് എന്ന് പറയും, ഞാൻ ഇനി വരുത്തില്ല നിൻ്റെ അടുത്ത്, ഞാൻ പള്ളി വന്നിട്ട് നീ സുഖപ്പെടുത്തുന്നില്ലല്ലോ എൻ്റെ കൊച്ചിനെ എന്ന് പറഞ്ഞിട്ട് ഇതുങ്ങൾ വിശ്വാസം ഇട്ടിട്ട് പൊക്കളെ എന്ന് പറഞ്ഞു. അപ്പം ഈ കുട്ടി സുഖപ്പെട്ടില്ലെങ്കിൽ ഇതുങ്ങൾ വിശ്വാസം ഉപേക്ഷിച്ച് പൊക്കളെ. അത് ആരംഭകാലത്തേ ഉള്ളൂ. വിശ്വാസിക്ക് ഭയങ്കര പ്രത്യാശയാണ്. സുഖപ്പെട്ടാലും സുഖപ്പെട്ടില്ലെങ്കിലും ഒരിക്കൽ ഞാൻ അവനെ കാണും, അവനെ പോലെ ആവും. പ്രത്യാശയാണ്. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. എന്താ നിരാശരാക്കുന്നത് അറിയാമോ? കേട്ടോ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നിരാശ വരാത്ത എന്തെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു നിരാശയില്ല. എന്തെന്ന് പറയട്ടെ, നല്ല സൂക്ഷിച്ച് കേട്ടോ, ഞാൻ നിർത്തുക, നല്ല ശ്രദ്ധിച്ച് കേട്ടോ. എപ്പോഴും നമ്മുടെ അകത്ത് ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ ദൈവത്തിൻ്റെ സ്നേഹം വന്നുകൊണ്ടിരിക്കും. ആ സ്നേഹം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ അവിടെ ഇവിടേക്കുള്ള പൊട്ടും പൊടിയെല്ലാം നമ്മൾ മറന്നുപോകും. അവർ മാന്തിയത്, ഇവർ പിച്ചിയത്, ഇവർ തോണ്ടിയത്, ഇവർ തുപ്പിയത് ഒക്കെ നമ്മൾ മറന്നുപോകും. എന്തെന്നറിയാം, ഭയങ്കര ദൈവസ്നേഹം ഇങ്ങനെ എന്നും നമ്മുടെ ഉള്ളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവസ്നേഹത്തിൻ്റെ മലവെള്ളപ്പാച്ചിലിൽ ലോകം തരുന്ന ഡാമേജുകൾ നമ്മൾ ഓർക്കത്തില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പം ഇത് ആഗ്രഹിച്ചിട്ട് നമുക്ക് ആരാധന നടത്താം. എന്താ? നിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും എനിക്ക് കിട്ടണം. ഞാനൊരു കാര്യം ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ്. ഈ ശുശ്രൂഷ തുടങ്ങിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ അനേകരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദൈവസ്നേഹം ഒഴുക്കിയിട്ടുണ്ട് എന്ന് ഇവിടെ നിന്ന മിനിറ്റ് മുതൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അനേകരുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹം അളവില്ലാത്ത വിധത്തിൽ ഒഴുക്കി കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ ദൈവത്തോടൊരു സ്നേഹം ഇന്ന് വർദ്ധിപ്പിച്ച് തന്നിട്ടായിരിക്കും ഈശോ മൗണ്ട് കാർമലിൽ നിന്ന് നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പോകുന്നത്. ഹല്ലേലൂയ! കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ! അപ്പോൾ അതുകൊണ്ട് ഈശോ മിശിഹ ഇന്ന് അസാധാരണമായൊരു ദൈവസ്നേഹം നിങ്ങൾക്ക് തരും. ആമേൻ, ആമേൻ. അതുകൊണ്ട് വിഷമിക്കണ്ട, ഈശോയുടെ സ്നേഹം നിറഞ്ഞ് ഇന്ന് പൊക്കോണം. ഈശോയുടെ സ്നേഹം. ഞാൻ ഇന്നലെ വൈകുന്നേരം വിചാരിച്ചു, ദൈവമേ മഴയാണല്ലോ എന്ന്. മൊബൈലിൽ ഒരു മെസ്സേജ് വരികയും ചെയ്തു ഇന്ന് രാവിലെ. എന്താണെന്നറിയോ? അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് 40 കിലോമീറ്റർ വേഗത്തിൽ അതിശക്തമായ കാറ്റും മഴയും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഉണ്ടാവാൻ സാധ്യത. അത് പറഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ചു, ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാവാനാണ് എല്ലാ സത്യം. അതിശക്തമായ കാറ്റും മഴയും. മഴയൊന്നും വന്നില്ല ദൈവമേ. ഉച്ച കഴിഞ്ഞാലിപ്പോൾ വരുമായിരിക്കും. അപ്പോൾ നിങ്ങൾ
കർത്താവ് തരുന്ന ഈ സ്നേഹത്തിലും സമാധാനത്തിലും ഇന്ന് മടങ്ങിപ്പോണം കേട്ടോ. എനിക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമ്പോൾ ഞാൻ കാണിക്കത്തില്ലെന്നേ ഉള്ളൂ. അല്ല, ഞാൻ വെറുതെ പറയല്ലത്. എനിക്ക് ഭയങ്കര സ്നേഹമാണ് വരുന്നത്. അത് ഞാനല്ലേ രാവിലെ കുർബാന ചൊല്ലത്തില്ലായിരുന്നു. കുർബാന ചൊല്ലും, ഇവിടെ ഒന്നും ചൊല്ലത്തില്ലായിരുന്നു. കാരണം ഞാൻ ഇന്നലെ ബീഹാറിൽ നിന്ന് രാത്രിയാണ് വന്നേ. അപ്പോൾ എൻ്റെ നടുവെല്ലാം ഒടിഞ്ഞു പൊട്ടിയിരിക്കുകയാണ്. പക്ഷേ എനിക്ക് രാവിലെ മുതൽ ഈ ജനത്തോട് ഭയങ്കര സ്നേഹം. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ അവരുടെ കൂടെ ബലിയർപ്പിക്കാം. എന്താണ് അതങ്ങനെ ഈശോ അങ്ങനെ തരുന്നതാണ് രാവിലെ മുതൽ. അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവർക്ക് അത്ഭുതം, ഇതെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം സാധാരണ വിളിച്ചാൽ പോലും വരുന്ന ആളല്ല. അപ്പോൾ ഒരു സ്നേഹം നിങ്ങളോട്, ഐ ലവ് യു. അപ്പോൾ അതുകൊണ്ട് ഒരു സ്നേഹം, അതെന്തെന്നറിയോ? അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മൾ ധ്യാനം തുടങ്ങുമ്പോൾ 5 ദിവസത്തെ ധ്യാനത്തിന് ഫസ്റ്റ് ഡേയിൽ ഒരു സ്നേഹം ഉണ്ടാവത്തില്ല ഈ ഗ്രൂപ്പിനോട്. സെക്കൻഡ് ഡേയിൽ കുറച്ച് സ്നേഹം വരും. 3-ാമത്തെ ദിവസം കുറച്ചുകൂടെ സ്നേഹം വരും. പരിശുദ്ധാത്മ അഭിഷേകമൊക്കെ ആകുമ്പോഴത്തേന് ഇവരോട് ഭയങ്കര സ്നേഹം വരും. അങ്ങനെയാണത്. അതെന്താ പറയുക, ദൈവാത്മാവ് വരുമ്പോഴാണ് നമുക്ക് പരസ്പരം ഒരു ബന്ധം വരുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതലേ നിങ്ങളോട് ഭയങ്കര സ്നേഹം. അതെന്തുകൊണ്ടെന്നറിയോ? ഇന്ന് രാവിലെ മുതലേ പരിശുദ്ധാത്മാവ് കളം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ മനസ്സ് നിറഞ്ഞ് പറയുകയാണ്, നിങ്ങളെ ദൈവം ആശ്വസിപ്പിച്ചിട്ടേ പറഞ്ഞു വിടൂ, സുഖപ്പെടുത്തിയിട്ടേ പറഞ്ഞു വിടൂ, ബോധ്യം തന്നിട്ടേ പറഞ്ഞു വിടൂ, ശക്തിപ്പെടുത്തിയിട്ടേ പറഞ്ഞു വിടൂ, സമാധാനം തന്നിട്ടേ പറഞ്ഞു വിടൂ, ഉത്തരം തന്നിട്ടേ പറഞ്ഞു വിടൂ. നിങ്ങൾക്ക് എന്ന് വേണ്ടതൊക്കെ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് അത് കർത്താവ് തരും. എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ആളുകൾ അയച്ചു തരുന്നുണ്ട്. ഓൺലൈനിൽ സെക്കൻഡ് സാറ്റർഡേ സർവീസ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ, നൈറ്റ് വിജിൽ കൂടിക്കൊണ്ടിരുന്നപ്പോൾ, ശനിയാഴ്ച ശുശ്രൂഷ കൂടിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ കർത്താവ് തൊട്ട അനുഭവങ്ങൾ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇന്ന് നിങ്ങൾ ഇവിടെ വന്ന് ഇത്രയും പേര് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഇന്ന് ഈശോ എല്ലാവരെയും പ്രത്യേകമായിട്ട് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഹല്ലേലൂയ.